നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് താരസുന്ദരിയായി നിറഞ്ഞാടിയ നടിയാണ് രംഭ. രംഭയുടെ ഭംഗി 90കളിൽ സിനിമാ ലോകത്തുണ്ടാക്കിയ തരംഗം ചെറുതല്ല. അതീവ ഗ്ലാമറസായി അഭിനയിക്കാൻ തയ്യാറായ രംഭ നിരവധി ഹിറ്റ് സിനിമകളിൽ നായികയായി. മീന, റോജ, സൗന്ദര്യ തുടങ്ങിയ നടിമാരെല്ലാം കരിയറിൽ തിളങ്ങി നിന്ന കാലഘട്ടത്തായിരുന്നു അത്. മലയാള ചിത്രം സർഗത്തിലാണ് രംഭ ആദ്യമായി അഭിനയിക്കുന്നത്. വലിയ മേക്ക് ഓവറാണ് തുടർന്നുള്ള സിനിമകളിൽ രംഭയ്ക്ക് വന്നത്. അഭിനയിച്ച ഭാഷകളിലെല്ലാം സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി എത്താൻ രംഭയ്ക്ക് കഴിഞ്ഞു. രജനീകാന്ത്, കമൽ ഹാസൻ, സൽമാൻ ഖാൻ, മമ്മൂട്ടി തുടങ്ങിയ താരങ്ങളുടെ നായികയായി രംഭ അഭിനയിച്ചിട്ടുണ്ട്. 2010 വിവാഹിതയായ ശേഷമാണ് രംഭ അഭിനയ രംഗം വിട്ടത്. ഇന്നും രംഭയെ മറക്കാൻ ആരാധകർക്ക് കഴിഞ്ഞിട്ടില്ല. ഭർത്താവിനും മക്കൾക്കുമൊപ്പം കുടുംബജീവിതം നയിക്കുകയാണ് രംഭ ഇപ്പോൾ. കരിയറിൽ പേരും പ്രശസ്തിയും ലഭിച്ചെങ്കിലും പ്രതിസന്ധികളും രംഭയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിലൊന്ന് സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു. 3 റോസസ് എന്ന സിനിമ നിർമ്മിച്ചതോടെയാണ് രംഭയ്ക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നത്. രംഭ, ലൈല, ജ്യോതിക എന്നിവരാണ് സിനിമയിൽ പ്രധാന വേഷം ചെയ്തത്. രംഭയും സഹോദരനും കൂടിയാണ് ഈ സിനിമ നിർമ്മിച്ചത്. 3 റോസസ് പക്ഷേ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. ഇതോടെ രംഭയ്ക്ക് കടബാധ്യതകൾ വന്നു. സ്ഥിതി വഷളാകും മുൻപ് ചെന്നൈയിലെ തന്റെ ഒരു വീട് വിറ്റ് രംഭ കടം വീട്ടി. അന്ന് ചെക്ക് ബൗൺസ് കേസ് വരെ രംഭയ്ക്കെതിരെ വന്നിരുന്നു. 3 റോസസിന്റെ പരാജയം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്കിടെ തമിഴ് സിനിമാ രംഗത്ത് നിന്നും ചെറിയൊരു ഇടവേളയും രംഭയ്ക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. 3 റോസസിന് ശേഷം പഴയ പോലെ ഹിറ്റ് സിനിമകൾ തമിഴിൽ നിന്നും രംഭയ്ക്ക് ലഭിച്ചിട്ടില്ല. അതേസമയം 2003 ശേഷം മലയാളത്തിൽ രംഭ കൂടുതൽ സജീവമായി. ക്രോണിക് ബാച്ചിലർ, കൊച്ചി രാജാവ്, പായുംപുലി, മയിലാട്ടം തുടങ്ങിയ മലയാള സിനിമകളിൽ രംഭ അഭിനയിക്കുന്നത് ഇക്കാലഘട്ടത്തിലാണ്. 2010 രംഭ വിവാഹിതയാകുന്നത്. ശ്രീലങ്കക്കാരനായ ഇന്ദ്രകുമാർ പത്മനാഥനാണ് രംഭയുടെ ഭർത്താവ്. കാനഡയിൽ ബിസിനസ്സുകാരനാണ് ഇദ്ദേഹം. അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ കുടുംബജീവിതത്തെക്കുറിച്ച് രംഭ സംസാരിച്ചിരുന്നു. കുടുംബജീവിതമാണ് താനെന്നും ആഗ്രഹിച്ചതെന്ന് രംഭ പറഞ്ഞു. സിനിമാ രംഗത്തേക്ക് പേരിന് തിരിച്ചു വരാൻ താല്പര്യമില്ലെന്നും നടി വ്യക്തമാക്കി. വിവാഹത്തിന് ശേഷം ചില ഷോകൾ ചെയ്തെങ്കിലും കുട്ടികൾ ഉള്ളതിനാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായി. കുട്ടികൾക്ക് 7 വയസ്സ് വരെ മാതാപിതാക്കളുടെ സാമീപ്യം ആവശ്യമാണ്. മക്കളെ ഈ പ്രായത്തിലേക്ക് പിന്നീട് തനിക്ക് തിരിച്ചു കിട്ടില്ലെന്നും രംഭ അഭിമുഖത്തിൽ പറഞ്ഞു. ജോലി ചെയ്യണമെങ്കിൽ ചെയ്യാം, കുട്ടികളെ നോക്കാൻ ആരെങ്കിലും ഏർപ്പാടാക്കാമെന്നും ഭർത്താവ് പറഞ്ഞതാണ്. പക്ഷേ താൻ അതിന് തയ്യാറായില്ലെന്നും രംഭ വ്യക്തമാക്കിയിരുന്നു. ഭർത്താവിന്റെ ബിസിനസ് വിപുലീകരിച്ച് ഇന്ത്യയിലും തുടങ്ങുന്നതിന്റെ ഭാഗമായി അതിലൊരു പങ്കാളിയായി രംഭയും സജീവമായി നിൽക്കുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഇന്ത്യയിലാണ് താരം. മൂത്ത മകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ രംഭ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. കണ്ണെടുക്കാൻ തോന്നാത്ത വിധം മനോഹരമായിരുന്നു ചിത്രങ്ങൾ. എന്റെ മാലാഖ എന്ന് പറഞ്ഞാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നത്. ശരിക്കും മാലാഖയെ പോലെ തന്നെയുണ്ട്, അമ്മയുടെ അതേ സൗന്ദര്യം, ക്യൂട്ട് എന്നിങ്ങനെയായിരുന്നു കമന്റുകൾ. രംഭയുടെയും ഇന്ദ്രകുമാറിന്റെയും 3 മക്കളിൽ മൂത്തവൾക്കൊപ്പമുള്ള ചിത്രമാണ് രംഭ പങ്കുവച്ചിരിക്കുന്നത്. 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയുമാണ് രംഭയ്ക്കും ഇന്ദ്രനുമുള്ളത്. വിവാഹത്തോടെ പൂർണ്ണമായും അഭിനയത്തിൽ നിന്ന് മാറി നിന്ന നടി ഭർത്താവിനും കുടുംബത്തിനുമൊപ്പം ശ്രീലങ്കയിലായിരുന്നു താമസം. ഇപ്പോഴാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. ഇടയ്ക്ക് വിവാഹമോചന ഗോസിപ്പുകൾ എല്ലാം ശക്തമായി പ്രചരിച്ചിരുന്നുവെങ്കിലും അതെല്ലാം വെറും ഗോസിപ്പുകൾ മാത്രമാണ്. ഞങ്ങൾ ഇപ്പോഴും പ്രണയിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാണ് എന്ന് രംഭയും ഇന്ദ്രനും പറഞ്ഞിരുന്നു. വിവാഹത്തിന് ശേഷം കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ജീവിക്കുക എന്നത് എന്റെ തീരുമാനമായിരുന്നു. അതെല്ലാം ഞാൻ ആസ്വദിക്കുകയായിരുന്നു. ഭക്ഷണം പാകം ചെയ്യുന്നതും മക്കളെ നോക്കുന്നതുമൊക്കെ ഒരു ടാസ്ക് ആണെങ്കിലും അതെല്ലാം ഞാൻ പരമാവധി ആസ്വദിച്ചു എന്നാണ് രംഭ പറഞ്ഞത്. പോയ ജന്മത്തിൽ ചെയ്ത പുണ്യമാണ് ഈ ജന്മത്തിൽ തനിക്ക് ഇന്ദ്രനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതെന്നും രംഭ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. തനിക്കെല്ലാം ഈസിയായും സ്മൂത്തായും ചെയ്യാൻ ഇന്ദ്രൻ സഹായിക്കും, എല്ലാത്തിനും പിന്തുണയാണ് എന്നും രംഭ പറഞ്ഞിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.